ഹലോ ഓൾ, എട്ടാം ക്ലാസ്സിലെ ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വെൽക്കം കിറ്റാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം വൈയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു കിറ്റ് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കിറ്റിൽ ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാനും ഒന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഒന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിവേ ആദ്യം ഒരു ലെറ്റർ തന്നെ തുറക്കുമ്പോൾ തന്നെ ഒരു ലെറ്റർ കാണാനുണ്ട്. എക്സാം വൈ ടീമിൽ നിന്നുള്ള ഒരു വെൽക്കം ടു എക്സാം വൈ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെൽക്കം ലെറ്റർ ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു പൗച്ചാണ്. ഓക്കെ, എക്സാം വൈ ലേണിംഗ് ഇതിൻ്റെ പേരൊക്കെ ഉള്ള ഒരു നല്ലൊരു പൗച്ച് ഉണ്ട്. അത് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് ഓക്കെ നമ്മുടെ ടിഫിൻ ബോക്സ് ആണ്. ഓക്കെ, അതൊന്നും ഞാൻ തുറക്കുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് കുറേ ചാർട്ടുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്, നമുക്ക് നമ്മുടെ പഠനമൊക്കെ എളുപ്പമാക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരുപാട് ചാർട്ട്സ് ഉണ്ട്. ഒന്നാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ മാത്സിൻ്റെ ഒരുപാട് ഇക്വേഷൻസ്, നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ അടങ്ങുന്ന സർഫസ് ഏരിയ, വോളിയംസ്, അതേപോലെ തന്നെ പൈതഗോറസ് തിയറം, എല്ലാ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മാത്സിൻ്റെ കാര്യമുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഉള്ളത് പീരിയോഡിക് ടേബിൾ അടങ്ങുന്ന കെമിസ്ട്രിയുടെ ഒരു നല്ലൊരു ചാർട്ട് ഉണ്ട്. അതിൽ കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി അടക്കം അതിൽ ഇൻക്ലൂഡ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ പീരിയോഡിക് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഓരോ എലമെൻറ്റിലും ഉള്ള അതുകൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയ രൂപത്തിലുള്ള വേറൊരു ചാർട്ടുണ്ട്. കെമിസ്ട്രിയുടെ 2 ചാർട്ടായില്ലേ. ഓക്കെ, പിന്നെ ഉള്ളത് ഓക്കെ ഫിസിക്സിൻ്റെ ചാർട്ടാണിത്. ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും മിററും ലെൻസും റിഫ്രാക്ഷനും റിഫ്ലക്ഷനും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബയോളജിയാണ്. ബയോളജിയിൽ എല്ലാ സിസ്റ്റംസ് പ്രധാനമായിട്ടും 8ൽ അതൊക്കെയാണല്ലോ ഉള്ളത് അല്ലേ. റെസ്പിറേറ്ററി സിസ്റ്റം, സ്കെൽറ്റൽ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, എല്ലാ സിസ്റ്റംസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചാർട്ട്സാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏകദേശം 6ഓളം ചാർട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്രാവശ്യത്തെ പുതിയ ഒരു അഡീഷനാണ് എക്സ് പ്ലാൻ വൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് ജേണൽ. ഓക്കെ, സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരു ജേണൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, മെൻറ്റർ ഡീറ്റെയിൽസ്, ഗോളുകൾ, ഓരോ മന്തിലേക്കുള്ള മന്ത്ലി പ്ലാനറുകൾ ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി, അതേപോലെ തന്നെ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കുള്ള ഓരോ ചാപ്റ്റേഴ്സ് അതിൻ്റെ റെക്കോർഡഡ് സെഷൻ കണ്ടോ, ലൈവ് സെഷൻ കണ്ടോ, വർക്ക് ബുക്കുകൾ ചെയ്തോ, യൂണിറ്റ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തോ, റിവിഷൻ കംപ്ലീറ്റ് ആയോ, ഇതൊക്കെ നമുക്ക് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ നമുക്ക് എഴുതി പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ചാപ്റ്റേഴ്സും, അതുപോലെ തന്നെ ഓരോ അജ്മൽ സാറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അജ്മൽ സാറിൻ്റെ കുറേ മെസ്സേജൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെയുള്ള വളരെ നല്ലൊരു പ്ലാനറാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അതിനോട് ചേർന്നുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള വഴികളൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഇതെന്താ ഓക്കെ സ്റ്റിക്കേഴ്സാണ് അല്ലേ. ഓക്കെ, സ്റ്റഡി നൗ ബി പ്രൗഡ് ലേറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വല്ലാതെ ബോറടിച്ചിരിക്കുമ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അല്ലേ. ഡ്രീം ബിഗ്, പ്രൂവ് ദം റോങ്, IIT എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ എവിടെയാണോ നോക്കുന്നത് അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം, ഒട്ടിച്ച് വെക്കണം കേട്ടോ. യെസ്, ഓക്കെ. അതിൻ്റെ കൂടെ ഇതെന്താ ഓക്കെ ഇത് മൊബൈൽ ഫോൺ ഹോൾഡറാണ്. നമ്മുടെ കുട്ടികളൊക്കെ മൊബൈലിലൊക്കെ ആയിരിക്കും ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും. അതിൻ്റെ ഹോൾഡർ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളുമാണ് അല്ലേ. ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളുമാണ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ഉണ്ട്, അതേപോലെ ഫിസിക്സ്, യെസ്, ബയോളജി, മാത്സിൻ്റെ 2 ടെക്സ്റ്റ് ബുക്കുകൾ. യെസ്, അപ്പോൾ പിന്നെ ഉള്ളത് നമുക്കൊരു അഡീഷണൽ ബുക്ക്ലെറ്റാണ്. ഈ രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളുണ്ട്. വർക്ക് ബുക്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു സമ്മറി ആയിട്ടുണ്ടാവും. വർക്ക് ബുക്കിൽ നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ചില എക്സ്ട്രാ ചാപ്റ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും സ്കൂളിൽ പഠിക്കുന്നതടക്കം എല്ലാ ചാപ്റ്ററിൻ്റെയും ലെവൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ലെവൽ 2 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ സ്കോളർഷിപ്പ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലെവൽ 3 എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്ത് നോക്കി എല്ലാ ചാപ്റ്റേഴ്സും തറോ ആക്കാൻ പറ്റിയ രൂപത്തിലുള്ള വർക്ക് ബുക്കുകളുണ്ട്. ഇതിൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ വരുമ്പോൾ അഡീഷണൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്ക് റിവിഷൻ ഒക്കെ നടക്കുമ്പോൾ പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആകും. അതൊക്കെ അടങ്ങുന്ന ഒരു അഡീഷണൽ ബുക്ക്ലെറ്റാണ് ഇതിൽ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇതിലെല്ലാത്തിലെയും അഡീഷണൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള, എന്ന് വെച്ചാൽ സ്കൂളിലുള്ള ഒരു ചാപ്റ്ററും നമുക്ക് മിസ്സായി പോകരുത് അല്ലേ. അതിൻ്റെ അടക്കം എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അഡീഷണൽ ബുക്ക്ലെറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇനിവേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വെൽക്കം കിറ്റിൽ
നമ്മളുടെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ഒരു വെൽക്കം കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് ഇത് എത്തി തുടങ്ങിയിട്ടുണ്ടാവും. ആരെങ്കിലും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ കിറ്റൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിവേ എല്ലാവരെയും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഈ ഒരു വർഷം പഠിക്കാം.